രക്തപുഷ്പങ്ങൾ, ഫ്ലവേഴ്സ് ഓഫ് ബ്ലഡ്. അധ്യായം 1. തോട്ടത്തിലെ നിശബ്ദത. കോട്ടയത്തെ മീനച്ചിൽ താലൂക്കിലെ വലിയൊരു റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള എബനേസർ ബംഗ്ലാവ്. അവിടെ താമസിക്കുന്നത് റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ എബ്രഹാം സാറാണ്. ആ ഗ്രാമത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 3 കൊലപാതകങ്ങൾ നടന്നു. കൊല്ലപ്പെട്ടവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവരെല്ലാവരും സമൂഹത്തിൽ മാന്യന്മാരായി അറിയപ്പെടുന്നവരും എന്നാൽ ഉള്ളിൽ ക്രൂരന്മാരുമായിരുന്നു. ഓരോ കൊലപാതകത്തിന് ശേഷവും മൃതദേഹത്തിനരികിൽ വന്യമായ ഒരു സുഗന്ധമുള്ള നിശാഗന്ധി പൂവ് വെച്ചിട്ടുണ്ടാകും. പോലീസ് ഇതിനെ നിശാഗന്ധി കൊലയാളി എന്ന് വിളിച്ചു. എബ്രഹാം സാറിൻ്റെ ഏക മകൻ സ്റ്റീഫൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. അവനെപ്പോഴും ഈ തോട്ടത്തിലെ നിഴലുകളെയും പക്ഷികളെയും ക്യാമറയിൽ പകർത്താറുണ്ട്. അധ്യായം 2. ചുവന്ന വെളിച്ചം. ഒരു രാത്രിയിൽ സ്റ്റീഫൻ തൻ്റെ ഡാർക്ക് റൂമിൽ ഫോട്ടോകൾ വാഷ് ചെയ്യുകയായിരുന്നു. അന്ന് പകലെടുത്ത ഒരു ഫോട്ടോയിൽ റബ്ബർ മരങ്ങൾക്കിടയിൽ ഒരു രൂപം നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ആ രൂപം ധരിച്ചിരുന്നത് എബ്രഹാം സാറിൻ്റെ പഴയൊരു കോട്ടായിരുന്നു. സ്റ്റീഫൻ പരിഭ്രാന്തനായി അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. എബ്രഹാം സാർ അവിടെ സുഖമായി ഉറങ്ങുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കട്ടിലിന് താഴെ മണ്ണ് പുരണ്ട വലിയ ബൂട്ടുകൾ ഇരിക്കുന്നത് സ്റ്റീഫൻ കണ്ടു. ആ ബൂട്ടുകൾക്ക് റബ്ബർ പാലിൻ്റെയും ഒപ്പം രക്തത്തിൻ്റെയും ഗന്ധമായിരുന്നു. തൻ്റെ അച്ഛൻ ഒരു സീരിയൽ കില്ലറാണോ? സ്റ്റീഫന്റെ കൈകൾ വിറച്ചു. അധ്യായം 3. ഓർമ്മകളുടെ വേട്ട. സ്റ്റീഫൻ അച്ഛൻ്റെ പഴയ ഡയറികൾ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ 30 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് എഴുതിയിരുന്നു. എബ്രഹാം സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയായിരുന്ന ഒരു പെൺകുട്ടി അന്ന് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടിരുന്നു. ആ കേസിലെ പ്രതികളെല്ലാം സാങ്കേതിക കാരണങ്ങളാൽ രക്ഷപ്പെട്ടു. ഡയറിയിലെ അവസാന വരി ഇതായിരുന്നു: നിയമം കണ്ണടയ്ക്കുമ്പോൾ പ്രകൃതി അതിൻ്റെ ശിക്ഷ നടപ്പിലാക്കും. ഞാൻ വെറുമൊരു ഉപകരണം മാത്രം. അപ്പോഴാണ് 4ാമത്തെ കൊലപാതകം നടക്കുന്നത്. ഇത്തവണ കൊല്ലപ്പെട്ടത് ആ പഴയ കേസിലെ പ്രോസിക്യൂഷൻ വക്കീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഒരു നിശാഗന്ധി പൂവ് വിരിഞ്ഞു നിന്നിരുന്നു. അധ്യായം 4. കണ്ണാടിയിലെ നിഴൽ. സ്റ്റീഫൻ അച്ഛനെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അടുത്ത ഇര ആരാണെന്ന് അവന് മനസ്സിലായി. ആ പഴയ കേസിലെ സാക്ഷികളെ സ്വാധീനിച്ച അന്നത്തെ പോലീസ് ഓഫീസർ. സ്റ്റീഫൻ ആ ഓഫീസറുടെ വീട്ടിന് പുറത്ത് ഒളിച്ചിരുന്നു. പാതിരാത്രിയിൽ ഒരു രൂപം വേലിക്കൽ പ്രത്യക്ഷപ്പെട്ടു. സ്റ്റീഫൻ ആ രൂപത്തെ തടഞ്ഞു. അച്ഛാ, നിർത്തൂ, അവൻ അലറി. ആ രൂപം തിരിഞ്ഞു നോക്കി. സ്റ്റീഫൻ ഞെട്ടിപ്പോയി. അത് എബ്രഹാം സാറല്ലായിരുന്നു. അത് സ്റ്റീഫൻ തന്നെയായിരുന്നു. തൻ്റെ അതേ മുഖം, അതേ വസ്ത്രങ്ങൾ. നീ ആരാണ്? സ്റ്റീഫൻ ചോദിച്ചു. ആ രൂപം ചിരിച്ചു. ഞാൻ നിന്റെ ഉള്ളിലെ പകയാണ് സ്റ്റീഫൻ. അച്ഛൻ ആ ഡയറി എഴുതിയത് നീ വായിക്കാനാണ്. നിന്റെ ഉള്ളിലെ നീതിബോധത്തെ ഉണർത്താനാണ്. അച്ഛൻ കൊലപാതകിയല്ല. അദ്ദേഹം വെറുമൊരു സാക്ഷി മാത്രമാണ്. അധ്യായം 5. ഇരട്ട വ്യക്തിത്വം. സത്യത്തിൽ എബ്രഹാം സാറിന് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ DID ബാധിച്ച മകനെ രക്ഷിക്കണമായിരുന്നു. സ്റ്റീഫൻ പകൽ സമയത്ത് ശാന്തനായ ഫോട്ടോഗ്രാഫറാണ്. എന്നാൽ രാത്രിയിൽ അവൻ അച്ഛൻ പറഞ്ഞ കഥകളിലെ നീതി നടപ്പിലാക്കുന്ന കൊലയാളിയായി മാറുന്നു. എബ്രഹാം സാർ മകനെ പോലീസിനെ ഏൽപ്പിക്കുന്നതിന് പകരം അവൻ്റെ പാപങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്റ്റീഫൻ തൻ്റെ ക്യാമറ ബാഗ് തുറന്നു. അതിൽ ലെൻസുകൾക്ക് പകരം മൂർച്ചയുള്ള കത്തികളും നിശാഗന്ധി പൂക്കളുമായിരുന്നു. തൻ്റെ അച്ഛൻ തനിക്ക് കാവൽ നിൽക്കുകയായിരുന്നില്ല. മറിച്ച് താൻ ചെയ്യുന്ന
കൊലപാതകങ്ങൾക്ക് ശേഷം തെളിവുകൾ നശിപ്പിക്കുകയായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അധ്യായം 6. അന്തിമവിധി. പുറത്ത് പോലീസ് ജീപ്പുകളുടെ സൈറൺ മുഴങ്ങി. എബ്രഹാം സാർ പടികൾ കയറി മകൻ്റെ അരികിലെത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. സ്റ്റീഫൻ, ഇനിയും നിന്നെ എനിക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. നീ ചെയ്തത് നീതിയല്ല, അത് ഭ്രാന്താണ്. സ്റ്റീഫൻ തൻ്റെ ക്യാമറ എടുത്തു. അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫ്ലാഷ് ലൈറ്റിൽ എബ്രഹാം സാറിൻ്റെ മുഖം വിളറി വെളുത്തു. അച്ഛാ, ഞാൻ ചെയ്തത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. അച്ഛൻ എഴുതിയ ആ ഡയറിയിലെ വരികൾ അത് എനിക്ക് നൽകിയ കൽപ്പനകളായിരുന്നു. പോലീസ് അകത്തേക്ക് കയറുമ്പോൾ സ്റ്റീഫൻ ആ ജാലകത്തിലൂടെ പുറത്തെ റബ്ബർ തോട്ടത്തിലേക്ക് നോക്കി. അവിടെ ആയിരക്കണക്കിന് നിശാഗന്ധി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. ഓരോ പൂവും ഓരോ മരണത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. എബ്രഹാം സാർ പോലീസിനോട് പറഞ്ഞു, ഇത് ഞാനാണ് ചെയ്തത്. എൻ്റെ മകന് ഇതിൽ പങ്കില്ല. മകനെ രക്ഷിക്കാൻ ഒരു അച്ഛൻ അവസാനമായി പറയുന്ന നുണ. പക്ഷേ സ്റ്റീഫൻ തൻ്റെ കയ്യിലിരുന്ന നിശാഗന്ധി പൂവ് അച്ഛന് നൽകി. ആ നിമിഷം ആ ബംഗ്ലാവിൽ നിശബ്ദത പെയ്തിറങ്ങി. നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടത്തിൽ സത്യം ആ റബ്ബർ തോട്ടത്തിലെ ചെളിമണ്ണിൽ അലിഞ്ഞുപോയി.